നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടം എംഎൽഎയുടെയും പെട്ടി പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നടപടികൾ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഗ്രസ് നേതാക്കളുടെ മാത്രമല്ല പെട്ടികൾ പരിശോധിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണം CPIന്റെ ഭാഗത്തുനിന്ന് വരുന്നു. കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളുടെയും CPI നേതാക്കളുടെയും വാഹനങ്ങൾ പരിശോധിച്ചുവെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിശോധന മാത്രമാണ് എന്നും അതിൽ കോൺഗ്രസ് നേതാക്കളുടെ പരിശോധനയെക്കുറിച്ച് മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നും ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നിലമ്പൂർ വടപുറത്ത് കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞുവെച്ച് പരിശോധിച്ചത്. ആ പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിലും രാഹുലും ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കയർക്കുകയായിരുന്നുവെന്നും അല്ല കയർക്കുകയായിരുന്നില്ല, തങ്ങളുടെ കാര്യം പറയുകയായിരുന്നു എന്നുമുള്ള രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു. ഏകപക്ഷീയമായ പരിശോധനയാണ് നടന്നത് എന്ന് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ആരോപിക്കുന്നു. ഏകപക്ഷീയമായിട്ടുള്ള പരിശോധനയല്ല, മറിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധിക്കാറുണ്ട് എന്നും അതിൽ കോൺഗ്രസിൻ്റെ പരിശോധനയെ മാത്രം എടുത്തു കാണിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും CPM മറുവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി 10 മണിയോടെ നിലമ്പൂർ വടക്കുപുറത്തായിരുന്നു സംഭവം. കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനമാണ് പരിശോധിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത്. പരിശോധനയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരോട് കോൺഗ്രസ് നേതാക്കൾ കയർക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി ഒന്ന് പരിശോധിച്ചിട്ട് ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല, MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല, പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ, ഡിക്കി തുറക്കാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. പരിശോധനയുമായി പൂർണ്ണമായി സഹകരിച്ചുവെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഉദ്യോഗസ്ഥരോട് കയർത്തിട്ടില്ലെന്നും ഷാഫി വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയിലും കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം എത്തിച്ചെന്ന ആരോപണം LDF ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു പരിശോധന. കേരള വിഷൻ ന്യൂസ്, നിലമ്പൂർ.